ഹോണറിൻ്റെ ഹോണർ പ്ലേ 9C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ പ്ലേ 9C എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം HD റെസൊല്യൂഷൻ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ വില 9500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എന്നാലും HD റെസൊല്യൂഷൻ എന്നുള്ളത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തിരക്കേടില്ലാത്തൊരു റിഫ്രഷ് റേറ്റ് ആണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 780 നിറ്റ്സ് ആണ്. പിന്നെ സ്മാർട്ട് ക്യാപ്സ്യൂൾ എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് iPhone 15 സീരീസിലേതും 16 സീരീസിലേതൊക്കെ പോലെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷനോ പഞ്ചോൾ ഡിസൈനോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.39 mm ആണ്. പിന്നെ SGSൻ്റെ 5 സ്റ്റാർ ഡ്രോപ്പ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അസ്യൂർ ബ്ലൂ അതുപോലെ തന്നെ ഫാൻറ്റം നൈറ്റ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6100+ എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ Android 14 ബേസിലുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 13 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ബാറ്ററിയുടെ കാര്യത്തിൽ 5200 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഒരു ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്ര മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 799 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 9500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അത്ര മികച്ച ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ ബാറ്ററിയിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടോ ഒന്നും തന്നെ വരുന്നില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ചൊരു ഫോണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് നല്ല പ്രോസസ്സറുള്ള ഒരു ഫോണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചതല്ല. ഇനി ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയായിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണറിൻ്റെ ഹോണർ പ്ലേ 9C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.